തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്ത ലഡുവിൽ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കലർന്നു എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? അത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവും മകനും IT മന്ത്രിയുമായ നാരാ ലോകേഷുമാണ്. സെപ്റ്റംബർ 18-നായിരുന്നു ആ പ്രസ്താവന. കലർന്നത് പന്നിയുടെ കൊഴുപ്പ് മുതൽ മീനെണ്ണ വരെയാണെന്ന് ആരോപിച്ചത് BJP നേതാക്കളാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വമ്പൻ പ്രതിഷേധങ്ങളും ഉണ്ടായി. രണ്ടിടത്തും തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിനുള്ള നെയ്യിൽ കലർന്ന ആ കൊഴുപ്പ് എന്താണ്? സത്യം പറയട്ടെ ആരംഭിക്കുന്നു. സ്വാഗതം. ചന്ദ്രബാബു നായിഡു ലക്ഷ്യമിട്ടത് മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയെ ആയിരുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജൂലൈ 9-ന് പരിശോധനയ്ക്ക് അയച്ചതാണ് സാമ്പിൾ. ജൂലൈ 16-ന് ഫലം ലഭിച്ചു. എന്തുകൊണ്ട് സെപ്റ്റംബർ 18 വരെ അത് പുറത്തുവിടാൻ കാത്തിരുന്നു? ലഡുവിന്റെ രാഷ്ട്രീയ യാത്രയുടെ സംശയങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ച പരിശോധനാ ഫലം. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം അതൊന്ന് നോക്കാം. 1 മുതൽ 5 വരെ ഇക്വേഷനുകൾ. അവയ്ക്ക് പരിശോധനാ ഫലത്തിൽ ലഭിക്കുന്ന മൂല്യമാണ് എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓരോ ഇക്വേഷനും വേണ്ട സ്റ്റാൻഡേർഡ് എസ് വാല്യൂ ആണ് അടുത്ത കോളത്തിലുള്ളത്. ഇനി നോക്കുക, ഓരോ ഇക്വേഷനിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ കാണാവുന്ന ഫോറിൻ ഫാറ്റ് അഥവാ പുറമേ നിന്നുള്ള കൊഴുപ്പ് എന്താണെന്ന്. 1-ാം ഇക്വേഷനാണ് വ്യത്യാസമെങ്കിൽ അത് സോയാബീൻ, സൂര്യകാന്തി, ഒലിവ്, കടുകെണ്ണ, ചണയെണ്ണ, ചോളം, പരുത്തി, പിന്നെ മീനെണ്ണ. ഇതിൽ ഏതെങ്കിലും ഒന്നാകാമെന്നേ പറയുന്നുള്ളൂ. ഇക്വേഷൻ 2 ആണെങ്കിൽ വെളിച്ചെണ്ണയോ പാം ഓയിലോ, ഇക്വേഷൻ 3 ആണെങ്കിൽ ലാഡ് അഥവാ പന്നിക്കൊഴുപ്പ്. 5-ാമത്തെ ഇക്വേഷൻ ഇതിന്റെ എല്ലാത്തിന്റെയും ആകെത്തുകയാണ്. ഈ പരിശോധനാ ഫലത്തിൽ ഫോറിൻ ഫാറ്റ് അഥവാ പുറമേ നിന്ന് കൊഴുപ്പ് കലർന്നു എന്നല്ലാതെ ഏതാണ് കലർന്നത് എന്ന് പറയുന്നില്ല. പുറമേ നിന്നുള്ള കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഫലം. ആ ഫലത്തിൽ പുറമേ നിന്നുള്ള കൊഴുപ്പുകൾ എന്തൊക്കെയാകാം എന്ന സാധ്യത കൊടുത്തിട്ടുണ്ട്. അതൊരു പരിശോധനാ ഫോർമാറ്റ് ആണ്. അതിൽ പറയുന്ന അനേകം സാധ്യതകളിൽ 2 എണ്ണം മാത്രമാണ് പന്നിക്കൊഴുപ്പും മീനെണ്ണയും. ഏതാണെന്ന് എടുത്തു പറയാത്തപ്പോൾ അത് സോയാബീൻ മുതൽ സൂര്യകാന്തി വരെയും ചോളം മുതൽ വെളിച്ചെണ്ണ വരെയും എന്തുമാകാം. പക്ഷെ അവിടെ തീരുന്നില്ലല്ലോ കാര്യം. അത് എന്തുകൊണ്ട് മീനെണ്ണയോ പന്നിക്കൊഴുപ്പോ ആയിക്കൂടാ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ആ ഫലം തന്നെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഇതാണ് ആ വിശദമായ റിപ്പോർട്ട്. നെയ്യിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത് 4 പരിശോധനാ ഫലങ്ങളിലൂടെയാണ്. ആദ്യത്തേത് റെയ്ചാർഡ് മെസ്സൽ എന്ന RM, രണ്ടാമത്തേത് സാപ്പോഡിഫിക്കേഷൻ, മൂന്നാമത്തേത് പോളൻസ്കെ മൂല്യം, 4-ാമത്തേത് BR പരിശോധന. ഇനി ഓരോന്നായി നോക്കാം. ഈ റിപ്പോർട്ടിൽ 4-ാമതായി കൊടുത്തിരിക്കുന്നത് BR ഫലമാണ്. 40 മുതൽ 44 വരെയാണ് നോർമൽ അഥവാ അംഗീകരിക്കപ്പെട്ട മൂല്യം. ഇവിടെ ഉള്ളത് 43.400. അത് പരിധിക്കുള്ളിലാണ്. ഇതിൽ 5 എന്ന അക്കത്തിൽ എഴുതിയിരിക്കുന്നതാണ് RM പരിശോധന. അതിലും ഒരു അപാകതയും ഇല്ല. 4-ൽ ഈ 2 മൂല്യങ്ങളും മൃഗക്കൊഴുപ്പ് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആറാമത്തെ കോളത്തിലാണ് പോളൻസ്കെ മൂല്യം. അതും പ്രശ്നങ്ങളില്ല, എല്ലാം പരിധിക്കുള്ളിൽ തന്നെ. ഇതോടെ മൃഗക്കൊഴുപ്പ് ഉണ്ടോ എന്ന് അറിയാനുള്ള 4-ൽ 3 പരിശോധനകളിലും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇനിയുള്ള എസ് വാല്യൂ 47 എന്ന കോളത്തിൽ അവിടെ ഉള്ളത് 241.952. സാധാരണ ഉണ്ടാകേണ്ടത് 205 മുതൽ 235 വരെ. ആ മൂല്യം കൂടുതലാണ്. ഇവിടെ 241.95 വന്നാൽ എന്താണ് അതിനർത്ഥം? നെയ്യിൽ കണ്ടെത്തുന്നത് 192 മുതൽ 203 വരെയുള്ള മൂല്യമാണെങ്കിൽ മൃഗക്കൊഴുപ്പാണ്. 170 മുതൽ 197 വരെയാണെങ്കിൽ സസ്യ എണ്ണകളായ കടുകെണ്ണ, സൂര്യകാന്തി എണ്ണ മുതലായവ. 241 മുതൽ 263 വരെയാണെങ്കിൽ വെളിച്ചെണ്ണയോ പാം ഓയിലോ വനസ്പതിയോ ആകാം.
ഇവിടെ മൂല്യം 241. വെളിച്ചെണ്ണയാണെങ്കിൽ 263 അടുത്ത് വരും. പാം ഓയിലോ വനസ്പതിയോ ആണെങ്കിൽ 241 മുതൽ 245 വരെ ആകാം. പാം ഓയിൽ അല്ലെങ്കിൽ വനസ്പതി എന്നല്ലാതെ മറ്റൊരു സാധ്യതയും ഇതിൽ കാണുന്നില്ല. നെയ്യിൽ സാധാരണ ചേർക്കുന്ന മായമാണ് വനസ്പതി. മായം ചേർത്തതിന് നെയ്യ് എത്തിച്ചവരെ അറസ്റ്റ് ചെയ്യാം, വിചാരണ ചെയ്യാം. ഇനി നെയ്യ് വിതരണം ചെയ്യുന്നത് വിലക്കുകയും ചെയ്യാം. അതിനപ്പുറം മൃഗക്കൊഴുപ്പാണെന്ന് പ്രചരിപ്പിച്ചവർ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? അത് ചെന്നു നിന്നത് രാജ്യമെങ്ങും വെറുപ്പ് വിതയ്ക്കുന്ന വിധത്തിൽ. എന്തൊക്കെ പ്രചാരണങ്ങളാണ് ഉണ്ടായത്? ഫോറിൻ ഫാറ്റ് എന്ന റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് എന്താണ്? സോയാബീൻ, സൂര്യകാന്തി, ഒലിവ്, കടുകെണ്ണ, ചണയെണ്ണ, ചോളം, പരുത്തി, മീനെണ്ണ, വെളിച്ചെണ്ണ, പാം ഓയിൽ, പന്നിക്കൊഴുപ്പ്, ഇങ്ങനെ എന്തുമാകാം എന്ന വാചകമാണ്. പകരം പന്നിക്കൊഴുപ്പ് അല്ലെങ്കിൽ മീനെണ്ണ എന്ന 2 വാക്കുകൾ മാത്രമാണ് ചർച്ചയായത്. മീനെണ്ണയ്ക്ക് 1 ലിറ്ററിന് 1500 രൂപയ്ക്ക് മുകളിലാണ് വില. നെയ്യിന് 650 രൂപയും. നെയ്യിൽ ആരെങ്കിലും വില കൂടിയ മീനെണ്ണ ചേർക്കുമോ എന്ന ലോജിക്ക് പോലും ഇത് വിവാദമാക്കിയവർക്ക് ഉണ്ടായില്ല. കഥ അവിടെയും കഴിഞ്ഞില്ല. ഈ പരിശോധനാ ഫലം വന്നത് ഗുജറാത്ത് ആനന്ദിലെ സെന്റർ ഫോർ അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്കിൽ നിന്നാണ്. അവിടെ നിന്ന് വരുന്ന ഫലം ഉറപ്പാക്കേണ്ടത് ഗാസിയാബാദിലെ നാഷണൽ ഫുഡ് ലബോറട്ടറിയിൽ പരിശോധിച്ചാണ്. അങ്ങനെ ഒരു പരിശോധന നടത്തുക പോലും ചെയ്യാതെയാണ് ഈ നുണക്കൊഴുപ്പ് പ്രചരിപ്പിച്ചത്. സത്യം ഇത്രയേ ഉള്ളൂ, ആ നെയ്യിൽ വനസ്പതിയോ പാം ഓയിലോ കലർന്നിരുന്നു. മീനെണ്ണയോ പന്നിക്കൊഴുപ്പോ കലർന്നിട്ടുമില്ല. സത്യം പറയാൻ അവസരം കിട്ടും മുൻപ് നുണ ലോകസഞ്ചാരം നടത്തി കഴിഞ്ഞു. ഏറെ വൈകാരികമാണ് വിശ്വാസവും ആചാരവും ഒക്കെ. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ വാചകവും ആധികാരികമാണെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവരെങ്കിലും ഉറപ്പാക്കണം. നമസ്കാരം.